അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ്, തർബിയ മീഡിയയുടെ പുതിയൊരു എപ്പിസോഡ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. നമുക്കറിയാം, വിശുദ്ധ ഖുർആൻ ലോകപ്രസിദ്ധ ഗ്രന്ഥമാണ്. ഇന്ന് വരെ മാറ്റത്തിരുത്തലുകൾക്ക് വിധേയമാക്കാത്ത, ഖിയാമത്ത് നാൾ വരെ, ലോകാവസാനം വരെ നിലനിൽക്കുന്ന അള്ളാഹുവിൻ്റെ ഗ്രന്ഥമാണ്. ആ ഗ്രന്ഥത്തെക്കുറിച്ച് കൂടുതൽ അടുത്തറിയാനുള്ള അറിവുകളാണ് തർബിയ മീഡിയ സംരക്ഷണം ചെയ്യുന്നത്. ഇൻഷാ അല്ലാഹ്, ഖുർആനിലെ 114 സൂറത്തുകൾ നമുക്ക് പഠിക്കാനും മനസ്സിലാക്കാനുള്ളൊരു അവസരമാണ്. ഇൻഷാ അല്ലാഹ്, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുകയും അതുപോലെ ബെൽബട്ടൺ അമർത്തിയാൽ എന്നും ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് എത്തുകയും അത് നിങ്ങൾക്ക് കാണാനും വീക്ഷിക്കാനും മനസ്സിലാക്കാനും പഠിക്കാനും സാധിക്കും. അല്ലാഹു നന്മയുടെ പാതയെ പിൻപറ്റാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധ ഖുർആൻ, അള്ളാഹുവിൻ്റെ പ്രീതി ലക്ഷ്യം വെച്ച് വല്ലവരും ഖുർആൻ പാരായണം ചെയ്താൽ ഓരോ അക്ഷരത്തിനും 10 വീതം നന്മകൾ അവന് ലഭിക്കുന്നതും 10 വീതം തിന്മകൾ മായ്ക്കപ്പെടുമെന്നതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. മാത്രമല്ല, നിങ്ങളിൽ ഉത്തമർ ആരാണ്? ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. അങ്ങനെയുള്ളതായ ഖുർആൻ നമുക്ക് പഠിക്കേണ്ടതുണ്ട്. അൽഹംദുലില്ലാഹ്, ഇന്ന് നാം പഠിക്കുന്നത് ഖുർആനിലെ ആദ്യത്തെ സൂറത്തായ സൂറത്തുൽ ഫാത്തിഹയാണ്. ഫാത്തിഹ എന്ന് നമ്മൾ ധാരാളം കേട്ടിട്ടുണ്ട്. എന്താണ് ഫാത്തിഹ എന്ന് പറഞ്ഞാൽ അർത്ഥം? പ്രാരംഭം എന്നാണ് ഫാത്തിഹയുടെ ഭാഷാ അർത്ഥം. വിശുദ്ധ ഖുർആനിൽ 1-ാം അധ്യായം ആയതിനാലോ നിസ്കാരത്തിൽ ഖുർആൻ പാരായണം ആരംഭിക്കുന്നത് ഫാത്തിഹ കൊണ്ടായതിനാലോ ആണ് പ്രസ്തുത ഈ സൂറത്തിന് ഫാത്തിഹ എന്ന് പറയുന്നത്. പേര് സൂചിപ്പിക്കും പോലെ വിശ്വാസികൾ തങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ വിവിധ വിഷയങ്ങളിൽ ലക്ഷ്യസാക്ഷാത്കാരത്തിന് വേണ്ടി ഫാത്തിഹ ഓതിയാണ് തുടങ്ങാറുള്ളത്. ഈ സൂറത്തിന് ധാരാളം പേരുകളുണ്ട്. ഉമ്മുൽ ഖുർആൻ, സൂറത്തുൽ ഹംദ്, സൂറത്തുൽ സ്വലാത്ത്, സൂറത്തുൽ ഷിഫ, സബഉൽ മസാനി, അൽ വാഫിയ, അൽ കാഫിയ, തഅലീമുൽ മസ്അല, സുആൽ, സൂറത്തുൽ ശുക്ർ, സൂറത്തുൽ ദുആ, സൂറത്തുൽ റുഖിയ, സൂറത്തുൽ വാഖിയ, സൂറത്തുൽ കൻസ്, സൂറത്തുൽ നൂർ, സൂറത്തുൽ മുനാജാത്ത് തുടങ്ങി നിരവധി നാമങ്ങൾ ഫാത്തിഹക്കുണ്ട്. ഇത് അവതരിക്കാനുള്ള അവതരണ പാശ്ചാത്തലം എന്താണ്? ഇത് മക്കയിലാണ് അവതരിച്ചിട്ടുള്ളത്, മദീനയിലാണ് അവതരിച്ചതെന്നും അഭിപ്രായമുണ്ട്. ഇവ രണ്ടും പരിഗണിച്ച് മക്കയിലും മദീനയിലും അവതരിപ്പിച്ചിട്ടുണ്ടെന്ന് മുഫസ്സിറുകൾ പറയുന്നതുകൊണ്ട് മക്കിയാണെന്നും മദീനിയാണെന്നും നമുക്ക് പറയാം. ഇനി ഈ സൂറത്തിലെ വചനങ്ങൾ എത്രയാണ്? ഫാത്തിഹയിൽ 7 വചനങ്ങളാണുള്ളത്, 7 ആയത്തുകളാണുള്ളത്. അത് ബിസ്മി ഫാത്തിഹയുടെ ഒരു ആയത്താണ് എന്ന നിലക്കാണ് 7 വചനങ്ങളുള്ളത്. ബിസ്മി ഫാത്തിഹയിൽ പെട്ടതാണ് എന്ന രീതിയിൽ 7 ആയത്തുകൾ വചനങ്ങളാണ് ഫാത്തിഹയ്ക്കുള്ളത്. ഫാത്തിഹയുടെ മഹത്വങ്ങൾ നമ്മൾ പഠിച്ചിരിക്കേണ്ടതാണ്. ഫാത്തിഹ പാരായണം ചെയ്യുന്നവർക്ക് ഒട്ടേറെ നേട്ടങ്ങളും ഫലങ്ങളും ലഭിക്കുമെന്നും പ്രമാണങ്ങളിൽ പറയുന്നത് കാണാം. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നിന്ന് നിവേദനം ചെയ്യുന്ന ഹദീസാണ്. ജിബ്രീൽ അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സവദത്തിലിരിക്കുമ്പോൾ മുകൾ ഭാഗത്തു നിന്നൊരു ശബ്ദം കേൾക്കാനിടയായി. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തലയുയർത്തി നോക്കിയപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വിശദീകരിച്ചു, ഇന്ന് ആകാശത്തിൽ നിന്നൊരു കവാടം തുറക്കപ്പെട്ടിരിക്കുന്നു. ഇന്നല്ലാതെ തീരെ ആ കവാടം തുറക്കപ്പെട്ടിട്ടില്ല. തുടർന്ന് ആ കവാടത്തിലൂടെ ഒരു മലക്ക് ഇറങ്ങി വന്നപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, ഒരു മലക്കഥ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നിരിക്കുന്നു. ഇന്നല്ലാതെ അദ്ദേഹം ഇറങ്ങിയിട്ടില്ല. തുടർന്ന് ആ മലക്ക് വന്ന് സലാം ചൊല്ലി പറഞ്ഞു, നബിയേ, മുൻ പ്രവാചകന്മാർക്കൊന്നും നൽകപ്പെട്ടിട്ടില്ലാത്ത 2 പ്രകാശധാര കൊണ്ട് അവിടുന്ന് സന്തോഷിക്കുക. ഒന്ന് സൂറത്തുൽ ഫാത്തിഹയും മറ്റൊന്ന് അൽ ബഖറയുടെ അവസാനവും. അത് രണ്ടിലും നിന്നുള്ള ഓരോ അക്ഷരങ്ങൾക്കും അളവറ്റ പുണ്യം കൈവരിക്കുന്നതാണ്
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഫാത്തിഹ വിഷത്തിനു ശമനമാണ്. ഇമാം ദാരിമി റളിയല്ലാഹു അൻഹു നിവേദനത്തിൽ കാണാം, ഫാത്തിഹ എല്ലാ രോഗത്തിനും ശമനമാണ്. സഹാബിമാരിൽ ചിലർ വിഷബാധയേറ്റ ഒരു ഗോത്രത്തലവനെ പ്രതിഫലം നിശ്ചയിച്ച് ഫാത്തിഹ ഊതി മന്ത്രിക്കുകയും രോഗം പൂർണ്ണമായും സുഖം പ്രാപിക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് അംഗീകരിക്കുകയും ചെയ്തത് ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉബൈ റളിയല്ലാഹു അൻഹുവോട് പറഞ്ഞത് കാണാം, തൗറാത്തിലും ഇൻജീലിലും ഖുർആനിൽ തന്നെയും തുല്യതയില്ലാത്ത ഒരു അധ്യായത്തെക്കുറിച്ച് താങ്കൾക്ക് നാം വിവരം നൽകട്ടെയോ? ഉബൈ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അതേ അല്ലാഹുവിൻ്റെ തിരുദൂതരെ. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫാത്തിഹയാണത്, സബഉൽ മസാനിയും എനിക്ക് നൽകപ്പെട്ട ഖുർആനുൽ അദീമും അതാണ്. ഇങ്ങനെ മഹത്വങ്ങൾ ധാരാളമുണ്ട്. നിശ്ചയം അല്ലാഹു ഒരു സമുദായത്തിലേക്ക് ശിക്ഷ ഇറക്കാൻ തീരുമാനിക്കുകയും അങ്ങനെ അവരിൽപ്പെട്ട ഒരു കുട്ടി ഫാത്തിഹ ഓതുന്ന നിമിത്തം 40 വർഷക്കാലം അല്ലാഹു അവരിൽ നിന്ന് ശിക്ഷയെ ഉയർത്തുന്നതാണ്. മഹത്വങ്ങൾ കാണാം. സൂറത്തുൽ ഇഖ്ലാസും ഫാത്തിഹയും ഓതുന്നത് സാമ്പത്തികമായ പരാധീനതകളിൽ നിന്ന് കരകയറ്റുന്നതാണ്. ഉറങ്ങാൻ കിടക്കുമ്പോൾ ഫാത്തിഹ പാരായണം ചെയ്യൽ പല ആപത്തുകളെയും തടയുന്നതാണ്. പനിയുള്ളവർക്ക് 40 ഫാത്തിഹ മന്ത്രിച്ചോദിയ വെള്ളം തെളിക്കുന്നത് ഉപകാരമാണ്. ജുമാ നിസ്കാരത്തിൽ നിന്ന് സലാം വീട്ടിയുടനെ ഫാത്തിഹയും ഇഖ്ലാസും മുഅവ്വിദത്തൈനി എന്നിവ 7 പ്രാവശ്യം വീതം പാരായണം ചെയ്യുന്നത് അവരുടെയും കുടുംബങ്ങളുടെയും ഇരുലോക പുരോഗതിക്ക് നല്ലതാണ്. രോഗിയുടെ മേൽ 41 ഫാത്തിഹ ഓതുന്നത് വളരെ ഗുണകരമാണ്. സുബഹിയുടെ സുന്നത്തിൻ്റെയും ഫർദിൻ്റെയും ഇടയിൽ 41 പ്രാവശ്യം ഫാത്തിഹ പാരായണം ചെയ്യല് ഉദ്ദേശങ്ങൾ സഫലീകരിക്കാൻ കാരണമാണ്. മുറിവിൽ വെക്കുന്ന പഞ്ഞിയിൽ 7 പ്രാവശ്യം ഫാത്തിഹ പാരായണം ചെയ്യുകയും അത് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ശമനം ലഭിക്കുകയും ചെയ്യുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മഹത്വങ്ങൾ മനസ്സിലാക്കി കൂടുതൽ ഫാത്തിഹ ഓതാൻ പഠിക്കാനും നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.